ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രീകൃഷ്ണ ലീല എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ തന്നെയാണ്. തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത് വെറും ഒരു ശാസ്ത്രമല്ല, സത്യമായിട്ടുള്ള ശാസ്ത്രം തന്നെയാണ്. ഓരോ വ്യക്തിയുടെയും മനസ്സിൽ വ്യത്യസ്തമായ ആഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക. തൊടുകുറിയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചതോ അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതോ ഇനി വരാൻ പോകുന്നതോ ആയിട്ടുള്ള ഫലങ്ങളായിരിക്കും. വിശ്വാസമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് കേൾക്കുക, അല്ലാത്തവർ തള്ളിക്കളയുക. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. സ്ക്രീനിൽ 2 ചിത്രങ്ങൾ, ഭാവനമായിട്ടുള്ള 2 ചിത്രങ്ങളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ആ ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും ആകർഷിക്കുന്ന അല്ലെങ്കിൽ ആകർഷിച്ച നിങ്ങളുടെ മനസ്സ് തിരഞ്ഞെടുക്കാൻ പറയുന്ന ചിത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അതേസമയം തന്നെ നിങ്ങളുടെ മനസ്സ് മറ്റൊരു ചിന്തകളുമില്ലാതെ തന്നെ നിങ്ങളുടെ ഇഷ്ട ദേവീദേവനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ ആ ഒരു ചിത്രം തിരഞ്ഞെടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നത്. ഓരോ ചിത്രത്തിന് പിന്നിലും അതിൻ്റേതായ ഫലങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നിങ്ങളൊരു ചിത്രം സശ്രദ്ധപൂർവ്വം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്ന ഫലങ്ങൾ വളരെ സത്യമുള്ളത് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയം കൊണ്ട് നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഓരോ ചിത്രവും തിരഞ്ഞെടുത്തതിൻ്റെ ഫലങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. നിങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ്. പല അവസരങ്ങളിലും സ്നേഹിച്ചവരിൽ നിന്ന് വളരെയധികം ഒറ്റപ്പെടലും അവഗണനയും വന്നു ചേർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട് എന്നതാണ് സാരം. എത്ര സങ്കടകരമായ കാര്യങ്ങൾ വന്നാലും അതൊക്കെ ഉള്ളിലൊതുക്കി മറ്റുള്ളവർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അതുമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളുടെ പതർച്ച കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ചിലവർക്കെങ്കിലും അതിൽ വളരെയധികം ആനന്ദം അവർ കണ്ടെത്താറുണ്ട്. എന്നാൽ അതിനുള്ള ഒരവസരങ്ങളൊന്നും നിങ്ങൾ നൽകാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ചവിട്ടിത്താഴ്ത്താൻ അത്ര പെട്ടെന്നൊന്നും ആർക്കും സാധിക്കുകയില്ല. അതുപോലെ തന്നെ അത്യാവശ്യം ജീവിക്കാനുള്ള തൻ്റെടവും മനോബലവും ഒക്കെ കൂടുതലുള്ള ആളുകളാണ് നിങ്ങൾ. ബുദ്ധിയും വിവേകവും ഒക്കെ വേണ്ടുവോളം നിങ്ങൾക്കുണ്ട്. നടക്കണമെന്ന് നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കാണാവുന്നതാണ്. എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും അശ്രാന്തമായി പരിശ്രമിക്കുക എന്നത് നിങ്ങളുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ഭഗവാന്റെ അനുഗ്രഹം വേണ്ടുവോളം ലഭിക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ പൂർണ്ണമായും നടത്തി തരുന്നതാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് സമയം കാത്തിരിക്കണമെന്ന് മാത്രം. നിങ്ങളുടെ ദൈവം ഏതു ദൈവമായിക്കൊള്ളട്ടെ, മനസ്സറിഞ്ഞ് വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈശ്വര കടാക്ഷം നല്ലവണ്ണം നിങ്ങൾക്കുണ്ട്. നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും അടുത്തു തന്നെ നടക്കുന്നതാണ്. അതുപോലെ മനസ്സമാധാനവും സന്തോഷവും ആരോഗ്യവുമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാംക്ഷിക്കുന്നത്. എല്ലാം പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നതാണ്. നിഷ്കളങ്കരായ മനസ്സിൽ സ്വാർത്ഥ ചിന്തകളൊന്നുമില്ലാത്ത നല്ല വ്യക്തിത്വമാണ് നിങ്ങളുടേത്. പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ ചെയ്യാതെ യാതൊരു പ്രതിഫലവും കാക്ഷിക്കാതെ മറ്റുള്ളവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. എല്ലാവർക്കും നിങ്ങളെ നല്ല വിശ്വാസവുമാണ്. ഏതു കാര്യം ഏറ്റെടുത്താലും അത് ചെയ്യാൻ തുടങ്ങിയാലും വളരെ ധൈര്യത്തോടെ അതെല്ലാം നല്ല രീതിയിൽ അവസാനിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തു തീരുമാനമെടുത്താലും അതിൻ്റെ മുകളിലായി എല്ലാം അറിയുന്ന ഈശ്വരൻ ഉണ്ട് എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവർക്ക് നല്ലൊരു വഴികാട്ടിയായും ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാനും ഏറെ മിടുക്കരാണ് നിങ്ങൾ. നിങ്ങളിൽ നിന്നും പല പല നല്ല കാര്യങ്ങളും മറ്റുള്ളവർക്ക് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഒന്നിടവിട്ട സമയങ്ങളിൽ നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുകയും ചെയ്യാറുണ്ട്. പല കാര്യങ്ങളും ഓർത്തുകൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില വിഷമങ്ങൾ നിങ്ങളെ നല്ല രീതിയിൽ പിടിച്ചുലയ്ക്കുന്നുണ്ട്. നിങ്ങളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടക്കാനുള്ള അവസരങ്ങൾ ധാരാളം വന്നു ചേരുന്നതാണ്. നിങ്ങളുടെ
ചെറിയ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള അവസരങ്ങൾ ധാരാളം വന്നു ചേരുന്നതാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ ശാശ്വതമായിട്ടുള്ള പരിഹാരം ലഭിക്കുവാനുള്ള സമയമാണ് ഇപ്പോൾ. മംഗളകരമായിട്ടുള്ള പല കാര്യങ്ങളും വീട്ടിൽ നടക്കാനിടയുണ്ട്. കാത്തിരിക്കുക. മുടങ്ങിക്കിടക്കുന്ന ക്ഷേത്ര ദർശനങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച ക്ഷേത്രങ്ങളിലേക്കൊക്കെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എത്തിച്ചേരുവാനായി സാധിക്കുന്നതാണ്. അവഗണന പല അവസരങ്ങളിലും നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെടുന്നവരുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് മാനസിക വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നുണ്ട്. നടക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന പല കാര്യങ്ങളും വേണ്ട പോലെ നടക്കാതെ വരുന്ന ഒരവസ്ഥയും നിങ്ങൾക്കുണ്ടാവാറുണ്ട്. ഇതെല്ലാം താൽക്കാലികമാണ്, ഭഗവാന്റെ പരീക്ഷണമാണ്. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മുടക്കങ്ങൾ ഒന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളായി എടുക്കേണ്ടതില്ല. ഒരു നല്ല സമയം നിങ്ങളെ കാത്തു നിൽക്കുന്നുണ്ട് എന്നതാണ് ഓർക്കേണ്ട മറ്റൊരു വസ്തുത. സകലവിധ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നൽകി ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അടർത്തി മാറ്റുവാൻ മറ്റുള്ളവർ ശ്രമിച്ചാലും അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തുന്നതാണ്. ആർക്കും നിങ്ങളെ പറ്റിക്കുവാനോ ചതിക്കുവാനോ അതുപോലെ തന്നെ ദുരിതങ്ങളിലേക്ക് തള്ളിയിടാനോ സാധിക്കുന്നതല്ല. നഷ്ടങ്ങളുടെ കാലമൊക്കെ നിങ്ങളിൽ നിന്ന് മാറി മറിയാനായി പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വെച്ചടി നല്ല കാലമായിരിക്കും. പക്ഷേ പെട്ടെന്ന് നമുക്കൊരു ഉയർച്ച സാധിക്കില്ല എങ്കിലും മെല്ലെ നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാനായി സാധിക്കും. പക്ഷേ ഒപ്പം തന്നെ ഭഗവാനോടുള്ള പ്രാർത്ഥനയും ഭഗവാനോടുള്ള കടപ്പാടും അതുപോലെ തന്നെ നിങ്ങളുടെ നല്ല രീതിയിലുള്ള കഠിനമായിട്ടുള്ള പ്രയത്നവും അത്യന്താപേക്ഷിതമാണ്. ഇത്രയുമാണ് ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ ഫലങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. പലവിധ പ്രയാസങ്ങൾ നിങ്ങൾക്ക് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പെട്ടെന്ന് തന്നെ വഴിമാറിപ്പോകുന്ന അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പെട്ടെന്ന് തന്നെ ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. കഴിഞ്ഞുപോയ നല്ല ജീവിതത്തെക്കുറിച്ചും വന്നു ചേർന്നിട്ടുണ്ടായിരുന്ന നല്ല അവസരങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഇപ്പോഴുള്ള വിഷമതകളെക്കുറിച്ചൊക്കെ ഓർത്ത് വിഷമിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി വിഷമിക്കാനായി നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ജീവിത വിജയം പ്രാപ്തമാകുന്നതല്ല. നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു സമയം ഊർജ്ജസ്വലതയോടെ ഭഗവാനെ പ്രാർത്ഥിച്ച് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നവരാണ് നിങ്ങൾ. ആർക്കും നിങ്ങളെ എളുപ്പത്തിൽ തോൽപ്പിക്കുവാൻ സാധിക്കുകയില്ല. ശത്രുദോഷം നല്ല രീതിയിൽ നിങ്ങളെ അലട്ടുന്നുണ്ട്. ആരോഗ്യപരമായ പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട്. ധന ഇടപാടുമായി ബന്ധപ്പെട്ട് കൂടുതൽ ശത്രുക്കൾ നിങ്ങൾക്കുണ്ടാവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈശ്വരാരാധന കൊണ്ട് ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ചെറുതും വലുതുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ട്. ഭാഗ്യം കൊണ്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും പിന്നീട് സന്തോഷകരമായ പല സാഹചര്യങ്ങളും ധനപരമായിട്ടുള്ള പല അവസ്ഥകളും ഒക്കെ വന്നു ചേരുന്നതാണ്. മറ്റുള്ളവരുടെ ഇഷ്ടവും അതുപോലെ തന്നെ ശ്രദ്ധയുമൊക്കെ നേടിയെടുക്കുവാൻ എളുപ്പം സാധിക്കുന്നവരാണ് നിങ്ങൾ. സഹായിച്ചവരിൽ നിന്നൊക്കെ തിരിച്ചടികൾ നേടിയിട്ടുള്ള സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വിചാരിച്ച കാര്യങ്ങൾ ചിലതെങ്കിലും ഈ സമയം കൊണ്ട് നിങ്ങൾ നേടിയിട്ടുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച ആളുകളാണ് നിങ്ങൾ. നിങ്ങളുടെ ധർമ്മദൈവത്തെ വേണ്ട പോലെ പ്രീതിപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇനിയും ഒരുപാട് വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു അവസ്ഥയും കാണുന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്.
കഠിനാധ്വാനം നല്ല രീതിയിൽ ചെയ്യുന്നവരാണ് നിങ്ങൾ. അസാധാരണമായിട്ടുള്ള ആത്മവിശ്വാസത്തോടെ ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ ആ ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കുന്നവരും കൂടിയാണ് നിങ്ങൾ. ഏതൊക്കെ പരിതസ്ഥിതിയിലും പരിശ്രമിക്കാൻ തയ്യാറുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിത വിജയം എന്ന് പറയുന്നത് വളരെ അടുത്തു തന്നെയാണ്. വളരെയധികം കടന്നു ചിന്തിക്കുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളിലുള്ള ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളത്. ആരോടും യോജിച്ചു പോകുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത്. വലിയ ആഡംബര പ്രേമികൾ അല്ല നിങ്ങൾ. ഏത് ആപത്തിലും അടിപതറാതെ നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നവരാണ്. വളരെയധികം ഉത്സാഹത്തോടെ പ്രവർത്തിക്കാൻ കഴിവുള്ളവരും അതുപോലെ തന്നെ വികാരാധീനമായി ജീവിക്കുന്നതിനാൽ പലതരത്തിലുള്ള അസുഖങ്ങൾക്കും നിങ്ങളെ കാർന്നു തിന്നുവാനുള്ള ശേഷിയുള്ള ആളുകളും കൂടിയാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള ചിന്തകളും ഇടപെടലുകളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ടതാണ്. അനാവശ്യമായിട്ടുള്ള ചിന്തകൾ പലതരത്തിലുള്ള രോഗങ്ങൾക്ക് വഴിതെളിയിക്കും. മാത്രമല്ല അതിലൂടെ ധനം നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒരുപാട് കഷ്ടങ്ങൾ നമുക്കുണ്ടാകുവാനും അതുപോലെ തന്നെ മനസമാധാനം നഷ്ടപ്പെടുവാനും ഒക്കെ ഇത് വളരെയധികം സാധ്യതകൾ വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭഗവാനെ മനസ്സിൽ നന്നായി സ്മരിച്ചുകൊണ്ട് ഭഗവൻ നാമങ്ങൾ സദാസമയം ഉച്ചരിച്ചുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി നിങ്ങളുടെ ജീവിതം നല്ലൊരു വെളിച്ചത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിത ലക്ഷ്യത്തിലേക്ക് മുന്നേറുവാനായി നിങ്ങൾക്ക് എളുപ്പം സാധിക്കുന്നതാണ്. ഇതാണ് രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങളുടെ തൊടുകുറി ഫലങ്ങൾ എന്ന് പറയുന്നത്.